ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്കൊരു സേമിയ പായസം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്ന കുക്കറാണ് കേട്ടോ. നമുക്ക് എളുപ്പമുള്ള ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതിനകത്തേക്ക് ആവശ്യത്തിന് നെയ്യിട്ട്, പിന്നെ അതിനകത്തേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ആദ്യം നമ്മൾ മൂപ്പിച്ച് മാറ്റി വെക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ രണ്ടും കൂടെ എടുത്ത് മാറ്റി വെക്കുകയാണ്. ഇത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ 1 ലിറ്റർ പാലെടുത്തു. അതിൽ 1/2 ലിറ്റർ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് കുറുക്കി തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കും. ഞാൻ ഇളക്കി മടുത്തപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരന് കൊടുത്തു, സ്വാഭാവികം. അത് കഴിഞ്ഞിട്ട് പിന്നെ അവനിരുന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇളക്കി അതിൻ്റെ ഇടയ്ക്ക് തിളയ്ക്കാൻ വേണ്ടിയിട്ട് അമ്മ പറഞ്ഞു പഞ്ചസാര ഇട്ടാൽ പെട്ടെന്ന് തിളയ്ക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പഞ്ചസാരയും കുറച്ച് ഏലക്കയൊക്കെ കൂടെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ആയി വരുന്ന രീതി ആയിട്ടാണ്. അപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ സേമിയ ഇടുവാണ് കേട്ടോ. അപ്പോൾ ഇത് ഓൾറെഡി വറുത്ത റോസ്റ്റഡ് ആയിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ മേടിച്ചത്. പിന്നെ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് വെച്ചോന്നേ ഉള്ളൂ. പിന്നെ അത് നമ്മൾ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ സേമിയ ഇങ്ങനെ പൊന്തി വരണം, എന്നാലാണ് ഇത് വെന്തു എന്ന് മനസ്സിലാക്കാൻ പറ്റുക കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഏലക്കയൊക്കെ ടേസ്റ്റിന് വേണ്ടി സ്മെല്ലിന് വേണ്ടിയൊക്കെ ഇട്ടു. അങ്ങനെ ലാസ്റ്റ് ഫൈനലായിട്ട് പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ കൂടി ഇട്ട് എളുപ്പത്തിൽ നമ്മളൊരു പായസം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.